ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ മസാല ദോശയുടെയും നെയ് റോസ്റ്റിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് കിട്ടണ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ട്. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചിലർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, എന്നാൽ ഏറെക്കുറെ പേർക്കൊക്കെ അത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലുപ്പമുള്ള. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മളൊരു പാന് ചൂടാക്കി അതിൽ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചിട്ടിട്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് വഴറ്റിയെടുക്കുക. ഉണക്കമുളക് നമുക്ക് ഒരുമിച്ച് തന്നെ വഴറ്റിയെടുത്താൽ മതി. അത് ആദ്യം വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മൂപ്പ് കൂടും. ഇതാവുമ്പോൾ ഒരുപോലെ എല്ലാം ഒരേ ഇതിൽ കിട്ടും. പിന്നെ അതിൻ്റെ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സവാളയായിട്ട് ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വഴറ്റണത് നല്ലതാണ്. കാരണം അതിൻ്റെ ഒരു കുത്ത്, ആ ഒരു ഉള്ളിക്കുള്ളൊരു കുത്ത് മാറി കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. നന്നായി വഴറ്റണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കതിലേക്കൊരു 1/4 ഭാഗം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിതിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നമ്മൾ ആഡ് ചെയ്യണത് ആ ചട്നി കഴിച്ചവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒരു ചെറിയൊരു പുളി അതിനുണ്ടാവും. അപ്പോൾ ആ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 4-5 വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തരം കയ്പ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് കട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചട്നി രൂപത്തിലാക്കിയിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇതിൻ്റെ കട്ടി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10-12 മുളക് എന്നുള്ളത് നമുക്ക് കുറക്കുക ഒക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. വെള്ളം ഒഴിച്ച് നമ്മളത് അതിൻ്റെ കട്ടി പാകാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സവാളയും മുളകൊക്കെ വഴറ്റിയെടുത്ത എണ്ണ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും അടുത്ത വട്ടം ദോശ എന്തെങ്കിലുമൊക്കെ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോസിന് താഴെ കമൻ്റ് ഇടുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.